ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വരെ എൻ്റെ ഒരു ദിവസത്തെ നോമ്പ് തുറ ഇന്നിപ്പോൾ ഇത് 12ാമത്തെ നോമ്പ് തുറൻ്റെതാട്ടോ ഞാനിടണത്. അപ്പോൾ ഞാൻ ബീഫ് വരട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബീഫ് വരട്ടുകയാണ് കേട്ടോ. ബീഫിക്ക് ഞാൻ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞിടുകയാണ് കേട്ടോ. അങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിതാ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വരട്ടണം കേട്ടോ. പിന്നെ ഞാൻ 1 കിലോ ബീഫ് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 1 കിലോയിൽ കുറച്ചെടുത്തിട്ട് ഞാൻ വരട്ടും ചെയ്ത് കുറച്ച് നമുക്ക് കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫ് കുറുമ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ എനിക്ക് നൂലപ്പം ഉണ്ടാക്കണം വിചാരിച്ചു. അങ്ങനെ നൂലപ്പം ഉണ്ടാക്കുക. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും അത്രയൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. ഇനി നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് വേണം നമുക്ക് നൂലപ്പത്തിൻ്റെ വെള്ളം അടുപ്പത്ത് വെക്കാൻ കേട്ടോ. അങ്ങനെ നൂലപ്പത്തിന് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നൂലുപ്പത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം തിളച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പൊടി എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് പിന്നെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് പൊടി വെള്ളം തിളച്ചുകൊണ്ട് തന്നെ നിൽക്കണം കേട്ടോ. അല്ലാതെ ചൂടാറിയതിന് ശേഷം ഒരിക്കലും നമ്മൾ നൂലപ്പത്തിന് ആക്കി കൊടുക്കണം. അപ്പോൾ നൂലപ്പത്തിന് നമ്മൾ ഇതാക്കുമ്പോൾ വെള്ളം തിളച്ചുകൊണ്ട് തന്നെ നിൽക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഇട്ടെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിതാ 2 ഗ്ലാസ്സിന് 2 ഗ്ലാസ് പൊടിയായിട്ട് എടുക്കുന്നത്. പിന്നെ 2 ആക്കി ഇനി എത്രയൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഇനി ഏറെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിന്നാലോ, പക്ഷെ പോരായി വരരുതല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുക്കുകയാണ്. ഇനി അത് എടുത്തിട്ട് നമുക്ക് നൂലപ്പത്തിന് പൊടി കൊഴിച്ചെടുക്കണം, പിന്നെ കുറുമ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ഓരോരോ പണികളൊക്കെ നമുക്ക് ചെയ്ത് അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ അരിപ്പയിലേക്ക് കേട്ടോ ഞാൻ പൊടി ഇട്ടത് ഇങ്ങോട്ട് അരിച്ചെടുത്തിട്ടോ. ഞാൻ അഥവാ അതിൽ എന്തെങ്കിലും കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ അരിച്ചെടുത്തിട്ടോ. പിന്നെ ഇവിടെ കിട്ടോ ഞാൻ എൻ്റെ എല്ലാം വെക്കൽ ഇവിടെയാണ്. പൊടി കുറച്ച് ഏറി തോന്നുക, അപ്പം ഞാൻ അയക്കനെ കൊണ്ടുപോയി ഇടുക കേട്ടോ. കാരണം ഏറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇനി എന്താ ഇവിടെ നമ്മളൊരു നേരം അതന്നെ കഴിക്കുള്ളൂ. പിന്നെ 2-3 നേരമൊന്നും കഴിക്കില്ല. നോമ്പല്ലെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും പിന്നെ ഉച്ചക്കും ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചയക്കാനെ കുറച്ച് കൊണ്ടുപോയിട്ട്. അപ്പോൾ അതാ ഞാനിതാ പൊടി വാട്ടിയിട്ടുണ്ട് കേട്ടോ. വാട്ടി വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അങ്ങനെ വാട്ടിയേക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെള്ളം ചൂടിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് കൊടുക്കണം, എന്നാലും നമുക്ക് ആ ചൂട് പോവാതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ വാട്ടി കൊഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അതിലൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ നൂലപ്പത്തിൻ്റെ അച്ചിലൊക്കെ ഇട്ടാണ്ട് ഒന്ന് ക്ലിയറാക്കി പെട്ടെന്ന് തിരിച്ച് കൊണ്ടുവരണം. പിന്നെ വീഡിയോസ് ഞാനല്ല എടുക്കണം, വീഡിയോസ് ഒക്കെയാണ് എടുക്കുന്നത്. ഞാനിതിങ്ങനെ കുഴച്ചതാക്കണുള്ളൂ. ഇനി നമുക്ക് ബീഫ് ഒന്ന് കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിവിടെ കുഴച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്, കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചെടുക്കണം. ചെറിയ ഹോൾസിൻ്റെതാട്ടോ ഞാനെടുത്തത്. ഇതിനൊരുപാട് ഇതുണ്ടല്ലോ, അപ്പം ഞാൻ ചെറിയ ഹോൾസിൻ്റെതാട്ടോ എടുത്തത്. അപ്പം ഞാൻ അതിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് 3 വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചെടുക്കട്ടോ. ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയണതാണ്, പക്ഷേ ഞാൻ പറഞ്ഞെന്നുള്ളൂ. കാരണം ഞാനിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചട്ടി ഇതുപോലെ ഞാൻ ഇഡ്ഡലി പാത്രം വെള്ളത്തിൽ അങ്ങനെ ഇഡ്ഡലി പാത്രം ഗ്യാസിനെ വെച്ച് നമ്മൾ വെള്ളം തിളച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ വേറൊരു ഇതുണ്ട്, ഞാനിങ്ങനെ തിരിച്ചെടുക്കണ്ടോ. എനിക്ക് ഇതിൻ്റെ റൗണ്ടിൽ ഇങ്ങോട്ട് കിട്ടണില്ലത്. അപ്പം അങ്ങനെ തിരിച്ചിട്ട് നമുക്ക് നൂലപ്പം കൂടി റെഡിയാക്കണം. ഇനി നമുക്ക് വേഗം ബീഫ് കുറുമയും കൂടി ഉണ്ടാക്കിയിട്ട് അന്നത്തെ സ്പെഷ്യൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നിൽക്കാമെന്ന് വിചാരിച്ച്. ചിക്കറി വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് കുറുമയ്ക്കുള്ള സാധനങ്ങൾ കേട്ടോ. അതൊക്കെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറുകാപ്പട്ട, ഏലം, അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഗ്യാസ് മേലെ ഇത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഞാൻ അണ്ടിപ്പരി എന്താ പറയുക, ഏലം, പട്ട, ഗ്രാമ്പു ഇത് 3 കൂടി ഞാൻ അതിക്കിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ പിന്നെ എന്താവുമെന്നറിയോ,
അതിലേക്ക് ഉള്ളിയൊക്കെ ഇടും കേട്ടോ. ഉള്ളി ഇട്ട് വാട്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രാമ്പൂ പട്ടയിലേക്ക് ഇടുകയാണ്. ഇനി നമുക്കതിലേക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ആ ഉള്ളിയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് ഗരം മസാല പൊടി ഇല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ ഗരം മസാല പൊടി ഇവിടെ താഴെ ഉണ്ട് കേട്ടോ. കട എല്ലാം ഉണ്ട് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പാൽ സൊസൈറ്റി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് വേണ്ടത് എന്തും ഇവിടുന്ന് ഇപ്പം ഇല്ലാന്ന് തോന്നിയാൽ അപ്പം തന്നെ നമുക്ക് ആ കടയിൽ പോയി വാങ്ങാം. നമുക്ക് കുറേ ദൂരെ പോകുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഗരം മസാല ഇല്ലേ ഇനി അപ്പോൾ അത് പോയി വാങ്ങിക്കൊണ്ടുവന്ന് ഇനി നമുക്ക് സവാള ഇട്ടാണ്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ തക്കാളി ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് കേട്ടോ. ഒന്ന് ചതഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കുകയാണ് കേട്ടോ. ഇളക്കി ഒന്ന് വാടണം. അതിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചവാസനയൊക്കെ ഒന്ന് പോകണം കേട്ടോ. പച്ചവാസനയൊക്കെ പോകണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ അണ്ടിപ്പരിപ്പിൻ്റെ ഇതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് നല്ലോണം ഇതാക്കി വെച്ചതാട്ടോ. അത് അരച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1-ാം പാലാണ് കേട്ടോ എടുത്തത്. 1-ാം പാൽ നല്ല കട്ടിയിൽ 1-ാം പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടാണ്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ മറന്നേനി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാണ്ട്. മസാലപ്പൊടികൾ പറഞ്ഞാൽ പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അങ്ങനെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ടത്. 1 ടീസ്പൂൺ ഫുള്ളാക്കി ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. എന്നാലും എനിക്ക് എരിവ് ഏറുമോ നിങ്ങൾ എന്തുണ്ടാക്കിയാലും വേഗം എരിവ് ഏറുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അത് 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഗരം മസാലപ്പൊടി കേട്ടോ. അപ്പം ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. ഇളക്കിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇതാ കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഉണ്ട് കേട്ടോ. പെരിഞ്ചീരകപ്പൊടി ഇടാൻ മറന്നതാണ്. അപ്പോൾ നമ്മൾ അത് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ എന്താട്ടെ 2-ാം പാലിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. തേങ്ങയുടെ 1-ാം പാൽ ഞാൻ ആ പച്ച പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ 2-ാം പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2-ാം പാലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതല്ല 2-ാം പാൽ ഇതിലാണ് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് വേവാനൊരു വെള്ളം നമ്മൾക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ബീഫല്ലേ, കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ. കുക്കറിലാകുമ്പോൾ പിന്നെ 2-ഓ 3-ഓ അത്ര 4 വിസിലൊക്കെ അടിച്ചാൽ മതിയാവും വെക്കാറ്. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് എന്തുണ്ടാക്കണമല്ലോ, തരി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ തരിക്കഞ്ഞി അറിയില്ലേ, തരിക്കഞ്ഞി ഉണ്ടാക്കണം. അതിക്ക് ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം എൻ്റെ 11-ാമത്തെ നോമ്പിൻ്റെ സ്പെഷ്യലാണല്ലോ അതൊക്കെ. അതിക്ക് കുറച്ച് തരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് തരി ഏറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. കാരണം 2 ആൾക്ക് ആയതുകൊണ്ട് ഒരുപാട് രാവിലെ ഞാനിത് ഒഴിവാക്കിയേക്കാം കേട്ടോ. കാരണം അത്ര തരി വേണ്ടില്ല ഇനി. പിന്നെ ഞാൻ സേമിയ ചെറുതാക്കിയിട്ട് നുറുക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അത് നല്ലോണം ഇളക്കി കൊടുക്കണം. അത് കട്ടെടുത്താൻ സാധ്യത ഉണ്ട്. കാരണം ചൂടുവെള്ളത്തേക്കാണ് നമ്മൾ ഇടണം. അപ്പം തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഓവറായിട്ടൊന്നും വേണ്ട, ഒരു പിഞ്ചായിട്ടുള്ള ഉപ്പ് മതി. അപ്പോഴത്തേക്ക് നമ്മൾ ബീഫ് കുറുമ നമുക്ക് വേവിച്ചെടുക്കണം. അതാണ് ഗ്യാസ് മേലിൻ്റെത്. അപ്പോൾ ഈ ഗ്യാസ് മേലിൽ നമുക്ക് ഇതൊന്ന് ക്ലിയറാക്കി എടുക്കണം. ഇപ്പോൾ തളിച്ചിട്ട് പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1-ാം പാൽ കേട്ടോ. തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. ഇത് നമുക്ക് കുറുമേക്കില്ല കേട്ടോ. കുറുമേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് നല്ലോണം പേസ്റ്റാക്കി അരച്ച് വെച്ചിരുന്നു, അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും പിന്നെ തേങ്ങയുടെ 1-ാം പാലും കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് പിന്നെ
സേമിയം തരിയും കൂടി ഉണ്ടാക്കിയത് നമുക്ക് അവിടെ ഒന്ന് തിളച്ച് വേവാനുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറുമ റെഡി ആയിട്ടോ. കാരണം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒന്ന് നല്ലോണം തിളച്ച് വരില്ല, ചെറുതായിട്ടൊന്ന് തിളച്ചാൽ തന്നെ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കുറുമ കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകാനുണ്ട് കേട്ടോ. ഇത് കുറച്ച് വെള്ളം ഏറി തോന്നും, പക്ഷേ വെള്ളമൊന്നും ഏറിയിട്ടില്ല, കുറച്ച് കുറുകാനുണ്ട്. ഞാൻ അണ്ടിപ്പരിപ്പ് ഞാൻ അരിച്ചത് ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ സംഭവം. ഇനി നമുക്കത് കുറുകാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് മല്ലിച്ചപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിച്ചപ്പ് ഇടാൻ മറന്നേനി, അതുകൊണ്ട് ലാസ്റ്റാണ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പോഴത്തേന് നമ്മളത് ആ സേമിയ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് വാങ്ങി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിടണം. അതിന് വേണ്ടി ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ചെറിയൊരു സവാളൻ്റെ കുറച്ച് ഞാൻ നെയ്യിൽ വാട്ടുകയാണ് കേട്ടോ. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ആ ഒരു പണി അവിടെ കഴിഞ്ഞിട്ടോ. കാരണം അത് വറവിടലും കഴിഞ്ഞ് ഇനി നമുക്ക് കുറുമ ഒന്ന് കുറുക്കിയെടുക്കാണ്ടല്ലോ, അതെന്തായി നോക്കാം. അപ്പോൾ അതാ നമ്മൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് കുറുമ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുമായി അണ്ടിപ്പരിപ്പ് നമ്മളെ സേമിയ പായസമായി. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ജ്യൂസ് അടിക്കാണ്ട്. അപ്പോൾ ഇതായോണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം, സേമിയത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് സേമിയത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. കാരണം ഓരോന്ന് നമ്മൾ റെഡിയാക്കി കൊണ്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ മല്ലിച്ചപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇവിടെ അങ്ങോട്ട് കുറച്ച് സ്പേസ് കുറവാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ ഈത്തപ്പഴം കൂടി ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജ്യൂസ് അടിക്കണം. അപ്പോൾ അതങ്ങനെ അതും ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പാലൊക്കെ ഒഴിച്ച് കൊടുക്കാണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നോമ്പ് തുറക്കാനുള്ളത്. പിന്നെ അതുപോലെ ബത്തൊക്കെ ഞങ്ങൾ വാങ്ങി. ഇനി ബത്തയ്ക്കും ഫ്രൂട്ട്സ് ഞങ്ങൾ കടയിൽ മറന്നിച്ച് പോകുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് പിന്നെ നേരം വൈകി. അതിൽ ഞങ്ങൾ സ്പീഡിൽ പോകുന്നതിൽ അവിടെ വെച്ച് പോകുന്ന പിറ്റേന്ന് ആണ് ഞങ്ങൾ പോയാണ് സാധനം എടുത്ത് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ വരും, അടുത്തൊരു വീഡിയോ ആയിട്ട് കേട്ടോ. പിക്കുന്നതൊക്കെ ഒഴിച്ച് തരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ബീഫ് വരട്ടും ചെയ്തു, നൂലപ്പം ഉണ്ടാക്കി, ബീഫ് കുറുമ ഉണ്ടാക്കി, പിന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ജ്യൂസ്, അതുപോലെ തന്നെ കട്ടൻ ചായയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.